ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസിനെ കുറിച്ചാണ് ഈ ക്ലാസ്സിൽ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. പാസ്റ്റ് കണ്ടിന്യൂസ് മാത്രമല്ല, ബാക്കിയുള്ള ടെൻസുകളെ കുറിച്ചിട്ട്. പാസ്റ്റ് കണ്ടിന്യൂസിലുള്ള കുറച്ച് എക്സാമ്പിൾസ് ആണ് ഫസ്റ്റ് തരുന്നത്. വാട്ട് വേർ യു ഡൂയിങ് അറ്റ് 8? ഓക്കെ, ഇനി അടുത്ത് നോക്കൂ. വേർ യു വാച്ചിങ് ടി വി? വേർ യു വാച്ചിങ് ടി വി? ക്വസ്റ്റ്യൻ ആണ്. 8. No, I wasn't watching TV. I was reading. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാകുന്നത് വി യൂസ് ദ പാസ്റ്റ് കണ്ടിന്യൂസ് ടു സേ വാട്ട് വാസ് അല്ലെങ്കിൽ വാട്ട് വാസ് നോട്ട് ഹാപ്പനിങ് അറൗണ്ട്. എന്തായിരുന്നു സംഭവിച്ചു കൊണ്ടിരുന്നത് അല്ലെങ്കിൽ സംഭവിക്കാതിരുന്നത് എന്നുള്ളതാണ്. അതായത് ഒരു കണ്ടിന്യൂറ്റി പാസ്റ്റിലുണ്ട്. ബിഫോർ അല്ലെങ്കിൽ അറ്റ് ആൻഡ് പെർഹാപ്സ് ആഫ്റ്റർ എ പാസ്റ്റ് ടൈം. ഇനി അടുത്തൊരു എക്സാമ്പിൾ. ഐ വാസ് വാക്കിംഗ് ഡൗൺ ദ സ്ട്രീറ്റ് വെൻ ഇറ്റ് ബിഗാൻ ടു റെയിൻ. ഐ വാസ് വാക്കിംഗ് ഡൗൺ ദ സ്ട്രീറ്റ്, ഇറ്റ് ബിഗാൻ ടു റെയിൻ. ഓക്കെ, ഐ വാസ് വാക്കിംഗ് ഡൗൺ ദ സ്ട്രീറ്റ് എന്നുള്ളത് പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസിലാണ്. വെൻ ഇറ്റ് ബിഗാൻ ടു റെയിൻ എന്നുള്ളത് സിമ്പിൾ പാസ്റ്റിലാണ്. ബിഗാൻ അല്ല, ബിഗാൻ എന്നുള്ളത് സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണ്. ഓക്കെ, ആൻഡ് വാസ് വാക്കിംഗ് എന്നുള്ളത് പാസ്റ്റ് കണ്ടിന്യൂസ് ആണ്. സോ വി യൂസ് ദ പാസ്റ്റ് കണ്ടിന്യൂസ് ടു സെറ്റ് ദ സീൻ ടു ഗിവ് ആൻ ഐഡിയ ഓഫ് ദ ബാക്ക്ഗ്രൗണ്ട് സിറ്റുവേഷൻ. ബാക്ക്ഗ്രൗണ്ട് സിറ്റുവേഷനെ കുറിച്ച് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കുന്നു. വൈൽ ഐ വാസ് വാക്കിംഗ് ഡൗൺ ദ സ്ട്രീറ്റ് ഇറ്റ് ബിഗാൻ ടു റെയിൻ. അതുപോലെ തന്നെ ഐ വാസ് റീഡിങ് എ ബുക്ക്. ബാക്ക്ഗ്രൗണ്ട് സിറ്റുവേഷൻ. when the telephone rang, event. I was reading a book when the telephone rang. ഓക്കെ, അപ്പോൾ അതുപോലെ ഇവിടെ there was 2 actions, 2 ആക്ഷൻസ് ഉണ്ട്. ഒന്ന് ഐ വാസ് റീഡിങ് എ ബുക്ക് എന്നുള്ളതും രണ്ടാമത്തത് റാങ് എന്നുള്ളതാണ്. ഓക്കെ, ഐ വാസ് വാക്കിംഗ് ആൻഡ് ഒന്നാമത്തേൽ 2 ആക്ഷൻ ഉണ്ട്. വാസ് വാക്കിംഗ് ആൻഡ് ഇറ്റ് റെയിൻഡ്. ഒന്ന് പാസ്റ്റ് കണ്ടിന്യൂസ് ആണ്, ഒന്ന് സിമ്പിൾ പാസ്റ്റ് ആണ്. ബോത്ത് ആക്ഷൻസ് ഒക്കേർഡ് അറ്റ് ദ സെയിം ടൈം, ബട്ട് വൺ ആക്ഷൻ ബിഗാൻ ഏർലിയർ ആൻഡ് വാസ് ഇൻ പ്രോഗ്രസ് വെൻ ദ അതർ ആക്ഷൻ ഒക്കേർഡ്. അപ്പോൾ ഒരു പ്രവൃത്തി കുറച്ച് മുമ്പ് തുടങ്ങിയിട്ടുണ്ട്, അതിങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നു. മറ്റൊരു പ്രവൃത്തി സംഭവിച്ചതാണ്, ഒരു പെർട്ടിക്കുലർ പോയിന്റിൽ സംഭവിച്ചതാണ്. അപ്പോൾ അങ്ങനെയാണ് സിമ്പിൾ പാസ്റ്റും പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസും ഒരുമിച്ച് ഉപയോഗിക്കുന്നത്. The events of the story are described using the past simple. ഓക്കെ, ഇവൻ്റ്, സംഭവിച്ച കാര്യം, അതാണ് ഇവൻറ്റ്. അത് സിമ്പിൾ പാസ്റ്റിലാണ്, അതായത് പാസ്റ്റ് സിമ്പിൾ. സംടൈംസ് ഇവൻറ്റ്സ് ഇൻ്ററപ്റ്റ് ദ ബാക്ക്ഗ്രൗണ്ട് സിറ്റുവേഷൻ. ചിലപ്പോൾ ഇവൻറ്റ്സ് ബാക്ക്ഗ്രൗണ്ട് സിറ്റുവേഷനെ ബാധിച്ചേക്കാം. റൈറ്റ് ക്വസ്റ്റ്യൻസ്. ഐ വാസ് റീഡിങ് എ ന്യൂസ് പേപ്പർ. ഓക്കെ, അതിൽ നിന്ന് നമുക്കൊരു ചോദ്യം എങ്ങനെ ഉണ്ടാക്കാം? Were you reading a newspaper? I was reading എന്നുള്ളതിൽ നമുക്ക് ചോദ്യം ചോദിക്കുമ്പോൾ മറ്റൊരാളോടല്ലേ ചോദിക്കുക, യു എന്നാക്കി, ഐ എന്നുള്ളത്. യുവിൻ്റെ കൂടെ ഉപയോഗിക്കുന്നത് വാസ് ഉപയോഗിക്കാൻ പറ്റില്ല, വേറെ. റീഡിങ് എ ന്യൂസ് പേപ്പർ. അടുത്ത് നോക്കൂ. വെൻ ഐ സോ പീറ്റർ ഹി വാസ് ഈറ്റിംഗ്. ഓക്കെ, അപ്പോൾ അവിടെ ഞാൻ പീറ്ററിനെ കണ്ടപ്പോൾ അദ്ദേഹം കഴിക്കുകയായിരുന്നു. അപ്പോൾ വാട്ട് എന്നുള്ളൊരു ചോദ്യം കൊടുക്കണം. അപ്പോൾ ആൻസർ പറയാം, വാട്ട് വാസ് ഹി ഈറ്റിംഗ്. ഇതിൻ്റെ എക്സസൈസാണ് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കണം. വെൻ ഐ വെൻറ്റ് ടു ദ ഓഫീസ് ഹി വാസ് റൈറ്റിംഗ്. അപ്പോൾ അവിടെ ചോദ്യം എന്താണ്? വാട്ട് വാസ് ഹി റൈറ്റിംഗ്. അറ്റ് ലഞ്ച് ടൈം വി വർ ഷോപ്പിംഗ്. വേർ വാസ് ഹി എന്നുള്ളതാണ് ചോദ്യം. വേർ വാസ് ഹി അറ്റ് ലഞ്ച് ടൈം. അടുത്തത് അറ്റ് 8 മൈ മദർ വാസ് കുക്കിംഗ്. വാട്ട് വാസ് ഷീ ഡൂയിങ്. മൈ മദർ ഡൂയിങ്. ഓക്കെ, വാട്ട് വാസ് ഷീ ഡൂയിങ്. അടുത്തത് വെൻ ഐ അറൈവ്ഡ് ഓൾ ദ ചിൽഡ്രൻ വർ ക്രൈയിങ്. അപ്പോൾ അവിടെ വൈ വെച്ചിട്ടാണ് തുടങ്ങുന്നത്. വൈ were they crying? Why were the children crying? അടുത്ത് നോക്കൂ. അറ്റ് മിഡ് നൈറ്റ് ദ ചിൽഡ്രൻ were sleeping. Were
the അല്ലെങ്കിൽ where were the children sleeping എന്ന് ചോദിക്കാം. where WHERE, അടുത്തത് WERE, where were the children sleeping. അടുത്ത് നോക്കൂ, ഫോം ഓഫ് പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. നമുക്ക് പറയാം പോസിറ്റീവ് ഹി ഓർ ഷീ ഓർ ഇറ്റ് വാസ് വർക്കിംഗ്. നെഗറ്റീവ് ഐ വാസ് ഇൻറ്റ് ഓർ ഐ വാസ് നോട്ട് വർക്കിംഗ്. WH ക്വസ്റ്റ്യൻ വേർ വാസ് ഷീ വർക്കിംഗ്, വേർ വാസ് ഹി വർക്കിംഗ്. ഹി പോസിറ്റീവ് ഹി യു ദേ വി വേർ വർക്കിംഗ്. നെഗറ്റീവ് ആകുമ്പോൾ യു വേർ നോട്ട് വർക്കിംഗ് അല്ലെങ്കിൽ യു വേറിൻറ്റ് വർക്കിംഗ്. ഈ ക്വസ്റ്റ്യൻ ആകുമ്പോൾ വൈ വേർ ദേ വർക്കിംഗ്. യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണ്. വാസ് ഷീ വർക്കിംഗ്, യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണ്. പോസിറ്റീവ് ഷോർട്ട് ആൻസർ ആകുമ്പോൾ യെസ് ഷീ വാസ്. നെഗറ്റീവ് ഷോർട്ട് ആൻസർ ആകുമ്പോൾ നോ ഷീ വാസിൻറ്റ്. ഇനി നോക്കൂ, വേർ യു വർക്കിംഗ്, യെസ് ഓർ നോ ക്വസ്റ്റ്യൻ. പോസിറ്റീവ് ഷോർട്ട് ആൻസർ യെസ് വി വേർ. നെഗറ്റീവ് ഷോർട്ട് ആൻസർ നോ വി വേറിൻറ്റ്. ഇനി ഒരു എക്സസൈസ് ആണ്. ചൂസ് ദ ബെസ്റ്റ് ടെൻസ് ഫോം. റീഡ് വാട്ട് ഈച്ച് സ്പീക്കർ ഈസ് തിങ്കിങ് അബൌട്ട്. ദ ബെസ്റ്റ് സെൻറ്റൻസ് ഫോർ ദ സ്പീക്കർ ടു യൂസ്. ഓക്കെ. I want to know your action after your father died. What did you do when your father died? I want to know your action after your father died. എന്നുള്ളതിന് നമുക്ക് ഇങ്ങനെ മറ്റൊരു രൂപത്തിൽ ചോദിക്കാം. What did you do? What did you do when your father died? Okay. Okay. അടുത്തത് I want to describe the situation at the party when I arrived. Okay. I want to describe the situation at the party when I arrived. Everyone was dancing when the party began. Everyone was dancing when the party began. Okay. അടുത്തത് everyone danced എന്നല്ല, everyone was dancing. I am thinking of the whole car journey. The car drove too fast. Okay. The driver was driving too fast. അപ്പം ഇവിടെ the driver was driving too fast when we traveled. I want to show that I finished my dream. I dreamt about a wonderful holiday. എന്നാണോ I want to show that I was dreaming about a wonderful holiday. ഏതാണ് ഇതിൽ പറയാം. I was dreaming about a wonderful holiday. I want to show that I was interrupted. I talked about her when she came into the room. I was talking about her when she came into the room. അതാണ് ശരി. I was talking about her when she came into the room. നമുക്ക് ഫ്യൂച്ചർ ടെൻസ് ആണ്. ഫ്യൂച്ചർ ടെൻസിൽ നമുക്ക് ഗോയിങ് ടു അല്ലെങ്കിൽ വിൽ ഉപയോഗിച്ചിട്ട് പറയാം. Say whether the following sentences are correct or not. You eat with us this evening. There is somebody at the door. I go. There is somebody at the door. I go. ശരിയല്ല, തെറ്റാണ് അല്ലേ? I promise I write again soon. I will write again soon. തെറ്റാണ്. The concert starts at 8 this evening. Starts at 8 this evening. കുഴപ്പമൊന്നുമില്ല. അത് സിമ്പിൾ പ്രസൻ്റ് ആണെങ്കിലും ഭാവിയെ സൂചിപ്പിക്കാൻ വേണ്ടി നമുക്ക് സിമ്പിൾ പ്രസൻ്റ് ഉപയോഗിക്കാം. ശരിയാണ്. Look at these clouds. It will snow. It will snow. ശരിയാണ് അല്ലേ? Look at these clouds. It will snow. Mary is going to have a baby.
ശരിയാണ്. മേരി ഈസ് ഗോയിങ് ടു ഹാവ് എ ബേബി. ഇപ്പോൾ സിമ്പിൾ ഫ്യൂച്ചറിനെ കുറിച്ച് പറയുമ്പം ജാക്ക് വിൽ ഫിനിഷ് ഹിസ് വർക്ക് ടുമോറോ. ജാക്ക് വിൽ ഫിനിഷ് ഹിസ് വർക്ക് ടുമോറോ. അപ്പോൾ ഇവിടെ മീനിങ് വിൽ ഓർ ബി ഗോയിങ് ടു ഈസ് യൂസ്ഡ് ടു എക്സ്പ്രസ് ഫ്യൂച്ചർ ടൈം. ജാക്ക് ഈസ് ഗോയിങ് ടു ഫിനിഷ് ഹിസ് വർക്ക് ടുമോറോ. ഓക്കെ. ഇൻ സ്പീച്ച് ഗോയിങ് ടു ഈസ് ഓഫൺ പ്രൊനൗൺസ്ഡ് ഗോണ. ഗോയിങ് ടു എന്നുള്ളതിന് പകരം നമ്മൾ സ്പോക്കൺ ഫോമിൽ ഗോണ എന്ന് പറയാം. ഗോണ. ജാക്ക് ഈസ് ഗോണ ഫിനിഷ് ഹിസ് വർക്ക് ടുമോറോ. ഗോണ ഫിനിഷ്. അപ്പോൾ ഗോയിങ് ടു ഫിനിഷ് എന്നുള്ളത്. അന വിൽ നോട്ട് ബി ഹിയർ ടുമോറോ. അപ്പോൾ അവിടെ വിൽ നോട്ട് എന്നുള്ളതിൻ്റെ പകരം വോണ്ട് ഉപയോഗിക്കാം. അന വോണ്ട് ബി ഹിയർ ടുമോറോ. അതും ഉപയോഗിക്കാം. വിൽ നോട്ട് ബി ഹിയർ എന്ന് പറഞ്ഞാലും ശരിയാണ് കേട്ടോ. അന വോണ്ട് ബി ഹിയർ ടുമോറോ. വി യൂഷ്വലി ചൂസ് ഗോയിങ് ടു. Okay, I am going to study French next semester. So here we can use going to. I am going to study French next. I am going to study എന്ന് പറഞ്ഞാൽ I will study എന്നുള്ള മീനിങ് തന്നെയാണ്. Okay. She is going to win. She only has to get one more point. She is going to win. When the present situation tells us something about the future. അത് പ്രസൻറ്റ് ഭാവിയെക്കുറിച്ച് എന്തെങ്കിലും പറയുകയാണെങ്കിൽ സംതിങ് ദാറ്റ് ഓൺ കറൻറ്റ് എവിഡൻസ് സീംസ് ഇനെവിറ്റബിൾ. ഓക്കെ. ഐ എം ഷുവർ ഇറ്റ്സ് ഗോയിങ് ടു റെയിൻ. ഫഹദ് ഈസ് ഗോയിങ് ടു ഫെയിൽ ദ എക്സാംസ്. ഫഹദ് ഈസ് ഗോയിങ് ടു ഫെയിൽ ദ എക്സാംസ്. He hasn't attended a single class this semester. He hasn't attended a single class this semester. അതുകൊണ്ടാണ് Fahad is going to fail the exam. According to the weather report, it will be cloudy tomorrow. Weather report അടിസ്ഥാനത്തിൽ it will be cloudy tomorrow. We can use both going to and will to make a prediction or to make a statement of future fact. ഭാവിയിലൊരു കാര്യം പറയാൻ വേണ്ടിയിട്ട് നമുക്ക് ഗോയിങ് ടു അല്ലെങ്കിൽ വില്ല് ഉപയോഗിക്കാം. ദർ ഇസ് നോ ഡിഫറൻസ് ഇൻ മീനിങ് ബിറ്റ്വീൻ ഗോയിങ് ടു ആൻഡ് വിൽ. നോ ഡിഫറൻസ്. ഓക്കെ. ദർ ഇസ് നോ ഡിഫറൻസ് ഇൻ മീനിങ് ബിറ്റ്വീൻ സി ആൻഡ് ഡി. ബി കെയർഫുൾ, യു വിൽ ഹേർട്ട് യുവർ സെൽഫ്. Be careful, you will hurt yourself. Watch out, you are going to hurt yourself. When the speaker is expressing a prior plan, something the speaker intends. ഒരു പ്ലാനിനെ കുറിച്ച് പറയുകയാണെങ്കിൽ to do in the future, because in the past he has made a plan or decision to do it. Only be going to is used. Okay, when the speaker is expressing a prior plan, മുൻകൂട്ടി തീരുമാനിച്ച കാര്യമാണ്. Okay, something the speaker intends to do in the future, ഭാവിയിൽ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ. Because in the past he has made a plan or decision to do. So be going to, is going to അല്ലെങ്കിൽ was is going to എന്നുള്ള അല്ലെങ്കിൽ are going to എന്നുള്ള ഒരു രൂപമാണ് ഉപയോഗിക്കുക. പിന്നെ അടുത്തത്, why did you buy this paint? I am going to paint my bedroom tomorrow. അപ്പോൾ അവിടെ the speaker B has made a prior plan. Last week she decided to paint her bedroom. She intends to paint tomorrow. So പിന്നെ അടുത്തത്, to express willingness only use will. വില്ലിങ്നെസ്സിനെ കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വില്ല് മാത്രമേ ഉപയോഗിക്കുള്ളൂ. I don't understand this one. The phone ring. I am going to paint my bedroom tomorrow. I am going to buy paint. The phone is ringing. I will get it. I don't understand this problem. Ask your teacher about it. She will help you. So the speaker B is saying, I am willing, I am happy to get the phone. He is not making a prediction.
He has made no prior plan to answer the phone. He is instead volunteering to answer the phone and uses will to show his willingness. ഇതിൽ നോട്ട് ചെയ്യാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ദി യൂസ് ഓഫ് ഷാൽ വിത്ത് ഐ ഓർ വി ടു എക്സ്പ്രസ് ഫ്യൂച്ചർ ടൈം ഈസ് പോസിബിൾ ബട്ട് അൺകോമൺ ഇൻ അമേരിക്കൻ ഇംഗ്ലീഷ്. അമേരിക്കൻ ഇംഗ്ലീഷിൽ അത് കോമൺ അല്ല. ഐൻ്റെ വീനി കൂടെ ഷാൽ ഉപയോഗിക്കുന്നു. ഷാൽ ഈസ് യൂസ്ഡ് മോർ ഫ്രീക്വൻ്റ്ലി ഇൻ ബ്രിട്ടീഷ് ഇംഗ്ലീഷ് ദാൻ ഇൻ അമേരിക്കൻ ഇംഗ്ലീഷ്. ഇനി ഫ്യൂച്ചർ ടെൻസിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോസിറ്റീവ് സ്റ്റേറ്റ്മെൻറ്റിൽ വില്ല് ഉപയോഗിക്കാം. ഐ ഓർ യു എക്സെട്ര വിൽ സ്റ്റേ, ഐ വിൽ സ്റ്റേ അല്ലെങ്കിൽ യു വിൽ സ്റ്റേ. ഗോയിങ് ടു ആണെങ്കിൽ ആം അല്ലെങ്കിൽ ഐ ആം അല്ലെങ്കിൽ യു ആർ എക്സെട്ര ഗോയിങ് ടു സ്റ്റേ. നെഗറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആണെങ്കിൽ ഐ വിൽ നോട്ട് അല്ലെങ്കിൽ ഐ വോണ്ട് സ്റ്റേ. ഗോയിങ് ടു ആണെങ്കിൽ ഐ ആം നോട്ട് ഗോയിങ് ടു സ്റ്റേ. ക്വസ്റ്റ്യൻ ആണെങ്കിലോ വിൽ യു സ്റ്റേ, where will you stay, are you going to stay? Question, where are you going to stay? Short answer, yes I will, no I won't, yes I am, no I am not. Fill in the gaps with the correct words from the box. I am dash to college, I am dash college today. Okay, I am not going to college today എന്ന് പറയാം അല്ലേ. ഐ ആം ഡാഷ് ടു കോളേജ് ടുഡേ ബിക്കോസ് ഇറ്റ്സ് റെയിനിങ്. അല്ലെങ്കിൽ ഫസ്റ്റത്തെ ഐ ആം ഗോയിങ് ടു കോളേജ് ടുഡേ, രണ്ടാമത്തത് ഐ ആം നോട്ട് ഗോയിങ് ടു കോളേജ് ടുഡേ ബിക്കോസ് ഇറ്റ്സ് റെയിനിങ്. മഴ ആയതുകൊണ്ട് ഞാൻ പോകുന്നില്ല. ഹസൻ ഡാഷ് ബി അറ്റ് വർക്ക് ടുഡേ, ഹീ ഈസ് സിക്ക്. ഹസൻ വോണ്ട് ബി അറ്റ് വർക്ക് ടുഡേ, he is sick. Next week we are dash miss the game, we are going to miss the game. Next week we are going to miss the game. I dash see you next week, see you next week, take care. Okay, എന്താണ് I won't see you next week, take care. The doctor dash see you at 5 o'clock, the doctor will see you at 5 o'clock. I dash help you paint your house, I will help you paint your house. I dash see you next week because I am dash on holiday. അപ്പം I won't see you next week because I am going to be on a holiday. അല്ലെങ്കിൽ I will be, I am going to be വേണ്ട, I will be on a holiday. Use will or going to, put the correct words into the sentence. We don't have any bread. I know I dash get some from the shop. I know നമുക്ക് ബ്രെഡ് ഇല്ല എന്നുള്ളതാണ്. So I know I will get some from the shop. We don't have any bread. Really? I dash get some from the shop then. Okay, I am going to get some from the shop then. Why do you need to borrow my suitcase? I dash visit my mother in Scotland. I am going to visit my mother in Scotland next month. Or previously arranged and planned. I am really cold. I dash turn the heating on. I am going to turn the heating on. Are you going to John's party tonight? Yes. Are you going to? I dash give you a lift. I will give you a lift. ഇനി മിക്സഡ് പ്രാക്ടീസ് ആണ് കേട്ടോ. യെസ്, മിക്സഡ് പ്രാക്ടീസിൽ ചൂസ് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് വേർബ് ഫോം. വില്ല്, ബി ഗോയിങ് ടു, പ്രസൻറ്റ് കണ്ടിന്യൂസ്, പ്രസൻറ്റ് സിമ്പിൾ. രമ്യൻ്റെ ഇതിൽ വി ഓർ ബി. ആർ വി ഗോയിങ് ടു ബി ഇൻ ടൈം? അപ്പോൾ താര പറയണം യെസ് ഐ തിങ്ക് സോ. ആർ വി ഗോയിങ് ടു ബി ഇൻ ടൈം? അപ്പോൾ താര പറയാണ് യെസ് ഐ തിങ്ക് സോ.
Ramya, what time the train dash arrive? Okay, and what time does the train arrive? എന്നാണ് പറയുക. What time does the train arrive? Lara, at 8:15. Oh no, wait a minute. Look, there is a delay. It dash until 9 o'clock. It is not going to, it won't, okay, it is not going to get in until 9 o'clock. It is not going to get in until 9 o'clock. രമ്യ പറയണം വാട്ട് ഡാഷ് അൺടിൽ ദെൻ വാട്ട് വിൽ വി ഡു ദെൻ ഓക്കെ വാട്ട് വിൽ വി ഡു അൺടിൽ ദെൻ അല്ലെങ്കിൽ വാട്ട് ആർ വി ഗോയിങ് ടു ഡു അൺടിൽ ദെൻ എന്നും പറയാം പറയാം ഐ ഡോണ്ട് നോ രമ്യ വെൽ ഐ ഡാഷ് എ കോഫി ഐ വിൽ ഗെറ്റ് എ കോഫി ഡു യു വാണ്ട് വൺ ഓക്കെ അല്ലെങ്കിൽ ഐ ആം ഗോയിങ് ടു ഗെറ്റ് എ കോഫി എന്നും പറയാം കേട്ടോ നോ ബട്ട് ഐ ഡാഷ് വിത്ത് യു ടു ദ കഫ്തീരിയ ഐ ആം കമ്മിങ് വിത്ത് യു ഐ ആം കമ്മിങ് വിത്ത് യു ഐ ആം കമ്മിങ് എന്ന് പറഞ്ഞാൽ ഐ ആം ഗോയിങ് ടു കം അല്ലെങ്കിൽ ഐ വിൽ കം വിത്ത് യു ടു കഫ്തീരിയ അതായിട്ട് നല്ല ഐ ആം ഗോയിങ് ടു കം എന്നുള്ളതിന് പകരം ഐ വിൽ കം വിത്ത് യു ടു ദ കഫ്തീരിയ What dash to him when you see him? What dash to him when you see him? What will you say to him when you see him? But I don't really know. I can't think of anything to say. I can't think of anything to say. Ramya, don't worry. I dash the talking. I will do that talking. Don't worry, I will do the talking. താര പറയാണ് ഓക്കെ ഐ ഡാഷ് ആൻഡ് ലിസൺ ഐ വിൽ ജസ്റ്റ് സ്റ്റാൻഡ് ആൻഡ് ലിസൺ ഓക്കെ രമ്യ വാട്ട് ഡാഷ് വെൻ ഹി ലീവ്സ് സ്കൂൾ വാട്ട് വിൽ ഹി ഡു വെൻ ഹി ലീവ്സ് സ്കൂൾ അങ്ങനെ പറയാം വാട്ട് ഈസ് ഹി ഗോയിങ് ടു ഡു വെൻ ഹി ലീവ്സ് സ്കൂൾ ഐ വിഷ് ഐ ന്യൂ ഹി പ്രോബബ്ലി ഗോ ട്രാവലിംഗ് വിത്ത് ഹിസ് ഫ്രണ്ട്സ് ഐ വിഷ് ഐ ന്യൂ ഹി വിൽ പ്രോബബ്ലി ബി ഗോയിങ് അല്ലെങ്കിൽ he is probably going to be traveling with his friends അങ്ങനെ പറയാം but രമ്യ you dash miss dash him you are going to miss him Udara, yes I think so it dash strange without him it is going to be strange it is going to be it will feel strange with him it will feel എന്ന് വേണമല്ലോ അപ്പോൾ it will feel strange without him oh dear cafeteria is going to be closed in 5 minutes then we dash on the platform stop worrying then we will wait on the platform stop worrying which is correct a b or both നോക്കൂ yesterday I broke a cup ശരിയാണ് the postman has already come postman has just come എന്നുള്ളതിന് പകരം has already come you haven't drank your tea തെറ്റാണ് you haven't drunk your tea എന്നുള്ളതാണ് ശരി have Mary and her children arrived have arrived Mary അപ്പോൾ ഒന്നാമത്തെ എ ആണ് ശരി have Mary and her children arrived when have you lost your watch you lost your keys when did you lose your keys
ഇതിലേതാണ് ശരി? ഒന്നാമത്തെ, അതായത് രണ്ടാമത്തേൽ എ ആണ് ശരി. വെൻ ഹാവ് യു ലോസ്റ്റ് യുവർ കീസ്? വി നോ അമൃത സിൻസ് 2005. വി ഹാവ് നോൺ അമൃത സിൻസ് 2005. വി ഹാവ് നോൺ അമൃത സിൻസ് 2005 എന്നുള്ളതാണ് ശരി. പിന്നെ അടുത്തത് ഹാസ് സുധീർ ഫോണ്ട് യെറ്റ്? ഹാസ് സുധീർ ഫോണ്ട് ടുഡേ? അപ്പോൾ അവിടെ ഹാസ് സുധീർ ഫോണ്ട് ടുഡേ എന്നുള്ളതാണ് ശരി. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. അടുത്ത ക്ലാസ്സിൽ ഇതിൻ്റെ ബാലൻസ് പറയാം കേട്ടോ. ഓക്കെ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർക്ക് അടുത്ത ക്ലാസ്സുകൾ കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് സബ്സ്ക്രൈബ് ബട്ടൺ അമർത്താം കേട്ടോ. താങ്ക് യു വെരി മച്ച്.